Hi all, welcome back to my channel. ഇന്ന് കർക്കിടകം 4 എൻ്റെ അമ്പലത്തിൽ 3 പൂജകളും കൂടെ ഒരുമിച്ച് നടത്തുന്ന ദിവസമാണ്. ഗണപതി ഹോമം, ഋത്വിഗ്നേയ ഹോമം, പിന്നെ അതിൻ്റെ കൂടെ ഭഗവതി സേവ. ഞാൻ രാവിലെ 5 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അന്നേരം വീഡിയോ എടുക്കാതിരുന്നത് തീരെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാട്ടോ. പിന്നെ ഒരു 6 മണി ആയപ്പോഴേക്കും ചുറ്റുവിളക്ക് കത്തിക്കാൻ തുടങ്ങി. അപ്പൊ ചുറ്റുവിളക്ക് തുടങ്ങി ഐശ്വര്യമായിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി. ഞാൻ ഇത്രയും പൊക്കത്തുനിന്ന് കത്തിച്ചു തുടങ്ങുന്നത് എനിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് എന്നാണ് എല്ലാവരും പറഞ്ഞു വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആ ഡ്യൂട്ടി തന്നിട്ടുള്ളത്. എന്താ ചെയ്യാ, ഒരു കുടുംബം ഫുള്ള് കുള്ളന്മാരായാൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് മാത്രമേ ഇത്ര ഹൈറ്റ് ഉള്ളൂ കേട്ടോ. പക്ഷേ ഹൈറ്റൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്നാ ദിലീപ് ഇഷ്ടം മൂവിയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഹൈറ്റൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ. സൂക്ഷിച്ചൊക്കെ മോളിൽ കൂടി ഹെലികോപ്റ്റർ ഒക്കെ പോകുന്ന തലയിലൊക്കെ ഒന്നിടിക്കും. നിങ്ങൾ ഇരട്ടകളാ? ഒന്ന് കൊള്ളന്മാരോ വരും. സത്യം പറഞ്ഞാൽ എനിക്ക് ടോപ്പിലെ വിളക്കുകളൊന്നും എത്തില്ല കേട്ടോ. കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞ് കത്തിക്കുന്നതൊക്കെയാ. അതൊക്കെ പോട്ടെ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് പേര് കുറേ സ്ഥലങ്ങളിൽ നിന്ന് എത്താനുള്ളത് കൊണ്ട് തന്നെ പൂജ കുറച്ച് വൈകിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് വൈകി എന്ന് പറഞ്ഞാൽ ഒരു 6:30 ആയപ്പം സ്റ്റാർട്ട് ചെയ്തു. ഗണപതി ഹോമം നടത്തുന്ന ഹോമകുണ്ടത്തിൻ്റെ അടുത്തായിട്ട് ഒരു കളം വരയ്ക്കുന്നത് കണ്ടോ? തിരുമേനി പരമശിവന്റെ രൂപമാട്ടോ ആ കളത്തിൽ വരയ്ക്കുന്നത്. ഇത് ഞങ്ങളുടെ തിരുമേനിയുടെ മകനാണ്. ഞങ്ങളുടെ തിരുമേനി 20 കൊല്ലത്തോളമായി ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പുതിയേടത്തില്ലം വിജയാനന്ദൻ നമ്പൂതിരി എന്നാണ് പേര്. ഇപ്പം അദ്ദേഹത്തിന്റെ മകനും കൂടെ ഞങ്ങളുടെ അമ്പലത്തിൽ പൂജയ്ക്ക് വരാറുണ്ട്. അങ്ങനെ സുന്ദരമായ ഒരു ശിവലിംഗത്തിൻ്റെ രൂപം അവിടെ ഇങ്ങനെ വരച്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഇന്ന് ഗണപതി ഹോമം, ഋത്വിഗ്നേയ ഹോമം, പിന്നെ ഭഗവതി സേവയും ഒരുമിച്ചാണ് നടത്തുന്നത്. ഓരോരോ സമയമായിട്ട് ഗണപതി ഹോമത്തിന് ശേഷമാണ് ബാക്കി 2 പൂജകളും നടത്തുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് എനിക്ക് രാമായണ പാരായണം കൂടെ ഉണ്ട്. അത് എൻ്റെ അമ്പലത്തിലല്ല, തൊട്ടപ്പുറത്ത് വേറൊരു ശിവക്ഷേത്രമുണ്ട്. അവിടെയാണ് എൻ്റെ രാമായണ പാരായണം. സോ അവിടെയും കൂടെ ഒന്നും പോയി വരാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ പൂജയും കൂടെ നടക്കും. അപ്പോൾ എല്ലാം കൂടെ തിരക്കിട്ട് 2 ഇടത്തായിട്ട് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഗ്ലിംസസ് ആയിട്ട് എടുത്തതാണ്. പിന്നെ ഇതെല്ലാം എൻ്റെ റിലേറ്റീവ്സാണ്. ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ പുഷ്പങ്ങളും തുളസിക്കതിരൊക്കെ നുള്ളിയെടുത്ത് അവർക്ക് സഹായിച്ചു കൊടുക്കുകയാണ്. വേറൊരു സൈഡിൽ നെയ്വിളക്കൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോലി എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കുശലം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നടക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട്. എന്നെ രാവിലെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഞാൻ ഇപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ റിലേറ്റീവ്സൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഹസ്ബൻഡിനെ മാത്രം അങ്ങനെ വീഡിയോ എടുത്താൽ പോരാന്ന് പറഞ്ഞിട്ട് അവരെന്നെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ വീഡിയോ ആയിട്ട് ഫോണുമായിട്ട് ചെന്നപ്പോഴത്തേക്കും മൈൻഡ് ചെയ്യുന്നില്ല. കാൻഡിഡ് വീഡിയോ എടുക്കാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നെ അവിടുത്തെ പ്രധാന വഴിപാടാണ് നെയ്വിളക്ക് കത്തിക്കൽ. അപ്പോൾ അത് ഞങ്ങൾ 2 പേരും കൂടെ അവിടെ നിന്ന് ചെയ്തു. നെയ്വിളക്ക് കത്തിച്ച് വരുമ്പോഴേക്കും ഗണപതി ഹോമം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ പ്രാർത്ഥനാ ഹാളാണ്, അവിടെ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. സാധാരണ ദേവിയുടെ മുമ്പിലായിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം മഴ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പ്രയർ ഹാളിൽ വെച്ചിട്ടാണ് പൂജകളെല്ലാം നടക്കുന്നത്.
അങ്ങനെ ഭാഗ്യവശാൽ ഗണപതി ഹോമം കഴിഞ്ഞു. എനിക്ക് അത് കഴിഞ്ഞതിന് ശേഷം രാമായണ പാരായണത്തിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങാൻ പോവാണ്. ഇനി അടുത്ത പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം. അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ പാലൂർ ശിവക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പ്രശസ്തമായൊരു ശിവക്ഷേത്രമാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ അമ്പലത്തിന്. എല്ലാ അമ്പലങ്ങളിലും കിഴക്കോട്ടാണ് ദർശനം ഉണ്ടാവുക, പക്ഷേ ഈ അമ്പലത്തിന് പടിഞ്ഞാറോട്ടാണ് ദർശനമുള്ളത്. അപ്പം കേരളത്തിൽ റെയറായിട്ട് കണ്ടുവരുന്ന കുറച്ച് ക്ഷേത്രങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഈ ഒരു അമ്പലം. പിന്നെ അത് മാത്രമല്ല, നന്ദി പശു ഉണ്ട് അവിടെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ രാമായണ പാരായണത്തിന് ശേഷം കാണിക്കാം. അങ്ങനെ പാരായണമൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഡേ 4 ആയതുകൊണ്ട് തന്നെ സിമ്പിളായിരുന്നു. ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോഴാണ് ഭയങ്കര ടഫ് പാട്ടൊക്കെ വരുന്നത്. ഇപ്പം എനിക്ക് നല്ല എളുപ്പമായിരുന്നു കേട്ടോ ചൊല്ലാനായിട്ട്. പിന്നെ ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത ഉള്ളത്, നല്ല സുന്ദരമായൊരു ക്ഷേത്രക്കുളം ഉണ്ട് കേട്ടോ. പടവുകളൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല മഴ ആയതുകൊണ്ടാണ് ഞാൻ താഴോട്ടേക്ക് ഇറങ്ങാതിരുന്നത്. ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ്. കേരളത്തിൻ്റെ എന്താ പറയുക, നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഈ ഒരു കുളത്തിൻ്റെ അടുത്ത് നിന്നാൽ നമുക്ക് കിട്ടും കേട്ടോ. എനിക്ക് തിരിച്ച് അമ്പലത്തിലേക്ക് പോകാനുള്ളത് കൊണ്ടാണ് അധികം അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. ഇനി ഒരിക്കൽ പോകുമ്പം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊക്കെ എടുക്കാം. ഇപ്പോൾ അമ്പലത്തിലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതവിടെയൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുറച്ച് നെയ്യൊക്കെ വാങ്ങിച്ച് നെയ്യ് വിളക്കിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം പോവാണ്. പാരായണം കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങുകയാണ് അമ്പലത്തിൻ്റെ. അപ്പോൾ നന്നായിട്ടുണ്ടെന്നാണ് അവിടുന്ന് പറഞ്ഞത്. സമാധാനം, രാമായണം പാരായണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സമാധാനമാണ്. ഭയങ്കര ടെൻഷനിലാണ് വരുന്നത്. കഴിഞ്ഞാൽ പിന്നെ ഇപ്പം മത്സരമാണെങ്കിലും ഒക്കെ അങ്ങനെയാണല്ലോ, നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമാണല്ലോ. അതേപോലെയാണ്, ഭയങ്കര ടെൻഷനിലാണ് വരിക. കുറേ വർഷങ്ങളായിട്ട് പാരായണം ചെയ്യുന്നുണ്ടെങ്കിലും പേടിയാണ്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം നന്ദിപശു. നമ്മളെ നാട്ടിലെ എല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ടാണ് ആൾ. നമുക്ക് നന്ദിപശുവിനും ഇഷ്ടപ്പെട്ട ഗ്രാസും അതൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോവാണ്. ഇപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞു. നമ്മൾ പ്രസാദമൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു, അല്ലാതെ പായസത്തിൻ്റെ ഒരു പ്രസാദവും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽ കുറേ പേര് നാട്ടിലില്ല, എല്ലാവരും പുറത്താണ്. സോ അവരുടെയും കൂടെ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കവർ നിറച്ചും പ്രസാദമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. എല്ലാവരും വീടുകളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇതാണ് പ്രസാദം കൊടുക്കുന്ന കൗണ്ടർ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് തിരിച്ചു വരാം. എൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇത്.